Hello everyone, welcome to Crack with Jack Malayalam channel. അപ്പോൾ ഇന്ന് കറണ്ട് അഫെയർസ് സെഷനിൽ ഇന്ന് കറണ്ട് അഫെയർസ് ആണ് എടുക്കുന്നത്. അതായത് കറണ്ട് അഫെയർസിൽ നമുക്കറിയാം ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമുക്ക്. അതായത് SBI ക്ലർക്ക് മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ആണിത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസിൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് അതേപോലെ അതിൻ്റെ തീംസ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാ ഇയറിലും വരുന്നതാണ്. അപ്പം ഏപ്രിൽ മന്ത് കറണ്ട് അഫെയർസ് എന്തായാലും ഈ SBI 2021 SBI മെയിൻസിന് പഠിക്കണം. അപ്പോൾ ആ ഏപ്രിൽ മാസത്തിലെ 1 മുതൽ 15 വരെ 1 to 15 വരെയുള്ള ഡേയ്സിൽ ഇമ്പോർട്ടൻറ്റ് ഡേയ്സും അതിൻ്റെ തീംസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചുമ്മാ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുക, ഡേയ്സൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെമ്മറൈസ് ചെയ്യാം. ഒരു റിവിഷൻ ടെക്നിക്കായിട്ട് ഈ വീഡിയോ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും DEEP സെറ്റ് ദീപ്സ് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് ഗ്രാൻഡ് ബണ്ടിൽ PDF കോഴ്സ്, അത് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും അതേപോലെ വീഡിയോ കോഴ്സസും ബാങ്കിങ് അവയർനെസ് PDF എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്ക് വിത്ത് ജാക്ക് ആപ്പിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ദീപ്സ് എന്ന് പറയുന്ന DEEP കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് പോവാം. ഇത് April 1 ആണ്. ഓക്കെ, April 1 നമ്മൾക്കറിയാം. April 1 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ഫൂൾസ് ഡേ അല്ലേ. April 1 എന്ന് പറഞ്ഞാൽ ഫൂൾസ് ഡേ. പക്ഷെ അതെന്തായാലും എക്സാമിന് വരാൻ ചാൻസസ് ഭയങ്കര കുറവാണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, പക്ഷെ April 1 എന്ന് പറയുന്നത് എന്താണ്, ഉത്കല ദിവാസ് അല്ലെങ്കിൽ എന്താണ്, ഒഡീസ ഡേ. ഓക്കെ, ഒഡീസ ഡേ അല്ലെങ്കിൽ ഉത്കൽ ദിവസ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഡേ? ഒഡീസ ഡേ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഒഡീസ സ്റ്റേറ്റ് ആണ്. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഒഡീസ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്ത ഡേ ആണ് April 1. ഓക്കെ, സോ ഒഡീസ ഡേ April 1 എന്ന് പറയുന്നത് നമ്മൾക്കറിയാം April ഫൂൾസ് ഡേ ആണ്. അപ്പോൾ അന്ന് എന്ത് ഡേയും കൂടിയാണ്, ഒഡീസ ഡേ അല്ലെങ്കിൽ ഉത്കൽ ദിവസ്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ കണ്ടില്ലേ, ഹാപ്പി ഉത്കല ദിവാസ്. ഓക്കെ, സോ ഒഡീസ ഡേ ആക്ച്വലി അണ്ടർ ബ്രിട്ടീഷ് സമയത്തിൽ, അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ഒഡീസ വാസ് പാർട്ട് ഓഫ് ദ ബംഗാൾ പ്രസിഡൻസി. ഓക്കെ, വിച്ച് കൺസിസ്റ്റഡ് ഓഫ് പ്രസൻറ്റ് ഡേ ഏതൊക്കെയാണ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒഡീസ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, April 2nd. So what is the significance of 2nd of April? It is World Autism Day. And what is autism? Autism എന്ന് പറയുന്നത് എന്താണ്, അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ആണ് ഓട്ടിസം. ഓക്കെ, സോ വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേ ആണ് April 2nd, വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേ. ആൻഡ് ഇറ്റ് ഇസ് ഡിക്ലെയർഡ് ബൈ UN General Assembly. UN General Assembly declares 2nd April as World Autism Awareness Day. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ഓട്ടിസം എന്ന് പറയുന്നത് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ആണ്. പിന്നെ എന്താണ് തീം ദിസ് ഇയർ, അതായത് തീം ഇൻ 2021 വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഇൻ ദ വർക്ക് പ്ലേസ്, challenges and opportunities in a post-pandemic world. So this is the theme for World Autism Awareness Day 2021. അപ്പോൾ എന്നാണ് വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേ? 2nd of April. ആൻഡ് തീം ഇസ് ഇൻക്ലൂഷൻ ഇൻ ദ വർക്ക് പ്ലേസ്, inclusion in the workplace, challenges and opportunities in a post-pandemic world. Okay.
ഇനി ദ സെയിം ഡേ 2nd ഓഫ് ഏപ്രിൽ എന്ത് ഡേയും കൂടിയാണ്? April 2nd. April 2nd എന്ന് പറയുന്നത് വേൾഡ്, April 1 എന്ന് പറയുന്നത് ഒഡീസ ഡേ, ഉത്കൽ ദിവസ്. April 2nd എന്ന് പറയുന്നത് വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേ. ഓക്കെ, വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേ പ്ലസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക് ഡേ. ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക് ഡേ, ദാറ്റ് ഇസ് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് ICBD. Okay, ICBD, International Children's Book Day. Okay, and it is observed by IBBY, that is International Board on Books for Young People. International Board on Books. IBBY stands for International Board on books for young people. Okay, so ഇത് ആരാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? It is organized by IBBY, International Board on Books for Young People. Okay, and what is the theme in 2021? What is the theme for International Children's Book Day? Theme is the music of words. The music of words. The music of words. The music of words എന്നാണ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക് ഡേയുടെ ഈ വർഷത്തെ തീം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിൽ സ്റ്റാറ്റിക് ജി കെയിൽ ഇങ്ങനത്തെ റിലേറ്റഡ് ആകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഏപ്രിൽ മന്തിൽ എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് വരുന്നോ അതിന് റിലേറ്റഡ് ആയിട്ടാണ് സ്റ്റാറ്റിക് ജി കെ അധികവും വരിക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് IBBY എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു അല്ലേ, ഇൻ്റർനാഷണൽ ബോർഡ് ഓൺ ബുക്സ് ഫോർ യങ് പീപ്പിൾ. ആൻഡ് അതിൽ സ്റ്റാറ്റിക് ജി കെ ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് IBBY? ആരാണ്? ജെല്ല ലെപ്മാൻ. ഓക്കെ, ജെല്ല ലെപ്മാൻ. ഓക്കെ, സോ IBBY ഫൗണ്ടർ, International Board on Books for Young People, founder Jella Lepman. And where is the headquarters of IBBY? Headquarters Basel, and Basel is in Switzerland. Okay, so this is important static GK. Static takeaways. Okay, so IBBY founder is Jella Lepman and its headquarters is Basel, Switzerland. And that's all about April 2. April 2nd അപ്പോൾ ഏതൊക്കെയാണ്? World Autism Day and International Children's Book Day. Okay, next one. April 4. April 4 is International Day of Mine Awareness and Assistance in Mines Action. Mining അറിയില്ല എല്ലാവർക്കും. So April 4 is observed as International Day of Mine Awareness. International Mine Awareness Day, and it is also observed by UN General Assembly ആണ്. And ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് Perseverance, Partnership and Progress. Perseverance, Partnership, Progress. Okay, Perseverance, Partnership, Progress. So April 4 is observed as International Day of Mine Awareness and Assistance in Mines Action. അപ്പോൾ മൈൻ ഓർത്ത് വെച്ചാൽ മതി, മൈൻ. ഓക്കെ, സോ April 4 എന്ന് പറയുമ്പം മൈൻസ് ഓർത്ത്, മൈൻ. ഓക്കെ, സോ ഇൻ്റർനാഷണൽ ഡേ, നാഷണൽ അല്ല, ഇൻ്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവെയർനെസ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ മൈൻസ് ആക്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. April 5th. So what is April 5th? എന്താണ്? April 5th is celebrated as International Day of Conscience. എന്താണ് കോൺസയൻസ്? കോൺസയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എന്താ പറയുക,
അതാണ് കോൺസയൻസിൻ്റെ മീനിങ് അല്ലേ. മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്സ് അല്ലേ, അതായത് ഏതാണ് റൈറ്റ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിച്ച് ഇസ് റൈറ്റ് ആൻഡ് വിച്ച് ഇസ് റോങ് എന്നുള്ള അത് നമ്മൾ തിരിച്ചറിയാനുള്ളൊരു ഇതില്ലേ, അതാണ് കോൺസയൻസ് എന്ന് പറയുന്നത്. ആ മോറൽ വാല്യൂസ് എത്തിക്സിനൊക്കെയാണ് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനെയാണ് കോൺസയൻസ് എന്ന് പറയുന്നത്. സോ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസയൻസ് ഈസ് ഒബ്സർവ്ഡ് ഓൺ April 5th. ഓക്കെ, April 5th. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസയൻസ് ആണ്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസയൻസ് ആക്ച്വലി 2020 ഓൾറെഡി ഒബ്സർവ്ഡ് ആണ്. ഓക്കെ, ഓൾറെഡി സെലിബ്രേറ്റഡ് ആണ്. ദാറ്റ് ഇസ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസയൻസ്. ഇപ്പോൾ 2021 ഇത് സെക്കൻഡ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസയൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ UN. ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ബൈ UN. ഓക്കെ, സോ ഈ കോൺസയൻസിൻ്റെ ഇമ്പോർട്ടൻസ് അതിനെക്കുറിച്ചാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് കോൺസയൻസ്. ഓക്കെ, സെയിം 5th തന്നെ, അതായത് April 5th തന്നെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസയൻസുമാണ്. അതുപോലെ തന്നെ നാഷണൽ, ഇറ്റ്സ് നോട്ട് ഇൻ്റർനാഷണൽ, നാഷണൽ മാരൈറ്റൈം ഡേ. മാരൈറ്റൈം മീൻസ് വി നോ സംതിങ് റിലേറ്റഡ് വിത്ത് ഷിപ്പ്, മെർച്ചൻ്റ് നേവി അല്ലേ, അതുമായിട്ട് റിലേറ്റഡ് ആണ് മാരൈറ്റൈം. സോ നാഷണൽ മാരൈറ്റൈം ഡേ, നാഷണൽ മാരൈറ്റൈം ഡേ ഈസ് ഓൾസോ ഓൺ April 5th. അപ്പോൾ April 5th ഏതൊക്കെയാണ്? ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസയൻസ്, ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസയൻസ്, അതേപോലെ ഏതാണ്? മാരൈറ്റൈം ഡേ. ഇത് രണ്ടും എന്താണ്? April 5th. ഓക്കെ, ഇനി മാരിടൈം എന്ന് പറയുന്നത് 58th എഡിഷനാണ്. അപ്പോൾ അതും ചോദിക്കും എത്രാമത്തെ എഡിഷനാണ്, എത്രാമത്തെ നാഷണൽ മാരിടൈം ഡേ ആയിരുന്നു? April 5, 2021 ക്വസ്റ്റ്യൻ വരും. എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 58th എഡിഷൻ നാഷണൽ മാരിടൈം ഡേ, April 5, 2021. ആൻഡ് വാട്ട് ഇസ് ദ തീം ഫോർ ദിസ് ഇയർ? ഈ ഇയറിലെ തീം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ബിയോണ്ട് COVID-19. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസിൽ ഈ COVID-19 ചിലപ്പോൾ എല്ലാവിടെയും കോമൺ ആയിട്ട് വരും. അതായത് എല്ലാ സെൻറ്റൻസസിലും കുറേ തീംസ് കൊടുക്കും ഓപ്ഷൻസിൽ. അപ്പോൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ തീമിലും എന്തുണ്ടാവും? കോമൺ ആയിട്ട് COVID-19 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതും കൂടി ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ബിയോണ്ട് COVID-19 ഇസ് ദ തീം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ നടത്താം. ദാറ്റ് ഇസ് April 1 to 5. ഓക്കെ, സോ ക്വിക്ക് റിവിഷൻ. April 1 എന്ന് പറയുന്നത് എന്ത് ഡേ ആണ്? ഉത്കൽ ദിവസ് അല്ലെങ്കിൽ ഒഡീസ ഡേ. ഓക്കെ, നെക്സ്റ്റ് വൺ April 2. April 2 എന്ത് ഡേ ആണ്? ഇൻ്റർനാഷണൽ ഓട്ടിസം ഡേ. ഓക്കെ, ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ വേൾഡ്, ഓക്കെ, വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേ. ആൻഡ് ഓൾസോ എന്താണ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ വേൾഡ് എന്താണ്? ചിൽഡ്രൻസ് ബുക്ക് ഡേ. ഓക്കെ, നെക്സ്റ്റ് വൺ April 3 ഇല്ല, April 4. April 4 is International Mine Awareness Day. International, this is also international, അതായത് വേൾഡ്. ഓക്കെ, നാഷണലൊക്കെ ഞാൻ N ആയിട്ടും ഇൻ്റർനാഷണലൊക്കെ ഞാൻ W, വേൾഡ് എന്നുള്ള രീതിയിൽ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ April 5th വൺ. April 5th എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ കോൺസയൻസ്. ഓക്കെ, ഇൻ്റർനാഷണൽ കോൺസയൻസ് ആൻഡ് ഓൾസോ ഇൻ്റർനാഷണൽ മാരൈറ്റൈം ഡേ. ഇൻ്റർനാഷണൽ മാരൈറ്റൈം ഡേ. സോ April 1 to 5 വരെ പഠിച്ചില്ലേ? April 1 എന്ന് പറയുന്നത് ഉത്കൽ ദിവസാണ്. April 2 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓട്ടിസം ആൻഡ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക്. ഇത് രണ്ടും ഒരുമിച്ച്. ഓക്കെ, ഇൻ്റർനാഷണൽ ഓട്ടിസം ആൻഡ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക്. ആൻഡ് April 4 is മൈൻ അവെയർനെസ് ഡേ ആൻഡ് April 5 is ഇൻ്റർനാഷണൽ കോൺസയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ മാരൈറ്റൈം ഡേ. സോ കോൺസയൻസ് ആൻഡ് നാഷണൽ മാരൈറ്റൈം ഡേ. ഇറ്റ്സ് നോട്ട് ഇൻ്റർനാഷണൽ, ദിസ് ഇസ് നാഷണൽ maritime day. Got it? Okay, now let's move on to April 6th. April 6th, International Day of Sports for Development and Peace. International Day of Sports. International Day of Sports for Development and Peace. ഓക്കെ, അപ്പോൾ എന്താണ് April 6th എന്ന് പറയുന്നത്? ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ്. അതിന് തീംസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ് ആണ് April 6th വൺ.
ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്താണ്? സെയിം, സോറി, April 7th. ഓക്കെ, April 7th എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഡേ. വേൾഡ് ഹെൽത്ത് ഡേ 2021 ഈസ് ഒബ്സർവ്ഡ് ഓൺ April 7th. അപ്പോൾ നിങ്ങളിത് എങ്ങനെ ഓർത്ത് വെക്കാം? ഞാൻ ജസ്റ്റ് ഓർത്ത് വെക്കാനുള്ളൊരു അതിനൊരു ട്രിക്ക് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് April 6 എന്ന് പറയുന്നത് എന്താണ്? April 6 എന്ന് പറയുന്നത് സ്പോർട്സ് അല്ലേ? April 6 എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ്, ദാറ്റ് ഈസ് April 6. ഓക്കെ, അപ്പോൾ April 7 അതായത് സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് അല്ലേ, നമ്മൾ സ്പോർട്സിൽ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ പൊതുവേ സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ എന്താണ് ഭയങ്കര ഹെൽത്തി ആയിരിക്കും അല്ലേ. സോ 6 കഴിഞ്ഞാൽ എന്താണ്? 7 ആണ്. നെക്സ്റ്റ് ഡേ തന്നെ എന്താണ്? വേൾഡ് ഹെൽത്ത് ഡേ. വേൾഡ് ഹെൽത്ത് ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? മെമ്മറൈസ് ചെയ്യാം. April 6 ആൻഡ് April 7. April 6 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ്. സോ സ്പോർട്സ് ആണ് April 6. സോ April 7 എന്ന് പറയുന്നത് ഹെൽത്ത്. സോ സ്പോർട്സ് കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ആണ്. സോ സ്പോർട്സ് പേഴ്സൺസ് യൂഷ്വലി ഭയങ്കര ഹെൽത്തി ആയിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, സോ April 6 is sports and April 7 is World Health Day. And what is the theme? വേൾഡ് ഹെൽത്ത് ഡേയിലെ തീം എന്ന് പറയുന്നത് ബിൽഡിംഗ് എ ഫെയറർ healthier world for everyone. That is World Health Day 2021 theme. Okay, building a fairer, healthier world for everyone. Building a fairer, healthier world for everyone. Okay, next one, April 9. April 9. So what is this? ICCR Foundation Day. ICCR Foundation Day. And what is ICCR? ICCR means what? What is ICCR? Indian Council for Cultural Relations. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്. പിന്നെ അതേപോലെ തന്നെ ഇതും ചോദിക്കും, എത്രാമത്തെ ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു? ഇറ്റ് വാസ് 71st ഫൗണ്ടേഷൻ ഡേ. സോ April 9 ഇസ് ICCR ഫൗണ്ടേഷൻ ഡേ ആൻഡ് ഇറ്റ് ഇസ് 71st ഫൗണ്ടേഷൻ ഡേ. അതും ചോദിക്കും കേട്ടോ, 71st ഫൗണ്ടേഷൻ ഡേ ആൻഡ് ഓൺ April 9 ഇറ്റ് ഇസ് ICCR. ഓക്കെ, ICCR ഫൗണ്ടേഷൻ ഡേ. ഓൾ ക്ലിയർ? നെക്സ്റ്റ് വൺ, April 10. April 10 is World Homeopathy Day. April 10. April 10. April 10 is World Homeopathy Day. And when വേൾഡ് ഹോമിയോപ്പതി ഡേ. ഓക്കെ, പിന്നെ നമ്മൾക്കറിയാം ഡോക്ടർ സാമുവൽ ഹാൻമാൻ. ഡോക്ടർ സാമുവൽ ഹാൻമാൻ അതിന് ഫുൾ നെയിം എന്ന് പറയുകയാണെങ്കിൽ Dr. Christian Friedrich Samuel Hahnemann, and simply we can say Samuel Hahnemann. Dr. Samuel Hahnemann, he is the general physician ആയിരുന്നു. Okay, sorry, German physician ആയിരുന്നു, and he is known as the founder of homeopathy. Okay, so he is the Dr. Samuel Hahnemann and he is the founder of homeopathy and he was a German physician. Okay, കണ്ടോ 10th April ആണ് ഇദ്ദേഹം ജനിച്ചത് 10th April ആണ്. സോ 10th April is marked as his birth anniversary ആണ്. ഓക്കെ, സോ സാമുവൽ ഹാൻമാൻ, ഡോക്ടർ സാമുവൽ ഹാൻമാൻ്റെ ബർത്ത് ആനിവേഴ്സറിയുടെ അന്നാണ് നമ്മൾ വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ഹോമിയോപ്പതി ഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെന്താണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്?
റോഡ് മാപ്പ് ഹോമിയോപ്പതി റോഡ് മാപ്പ് for integrative medicine. Okay, roadmap homeopathy roadmap for integrative medicine. roadmap എന്നുള്ള കീവേഡ് ഓർത്ത് വെക്കുക, integrative എന്നുള്ള കീവേഡ് ഓർത്ത് വെക്കുക. ഓക്കെ, സോ വാട്ട് ഇസ് ദ തീം? ഹോമിയോപ്പതി roadmap for integrative medicine. അതാണ് വേൾഡ് ഹോമിയോപ്പതി ഡേയുടെ തീം, ഈ വർഷത്തെ തീം. ഓക്കെ, സോ വെൻ ഇസ് വേൾഡ് ഹോമിയോപ്പതി ഡേ? April 10th. So April 10th is observed as World Homeopathy Day. Okay, so World Homeopathy Day is observed on April 10th. ഓക്കെ, പിന്നെ ഇതിൽ എന്താ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ആ ഒരു മെഡിസിനൽ പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ചാണ് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, April 11th of April അല്ലേ? പിക്ചറിൽ എന്താണ്? മദർഹുഡ് അല്ലേ? സോ നാഷണൽ, ഇറ്റ് ഇസ് നോട്ട് ഇൻ്റർനാഷണൽ, ഇറ്റ് ഇസ് നാഷണൽ സേഫ് മദർഹുഡ് ഡേ ആൻഡ് ഇറ്റ് ഇസ് ഒബ്സർവ്ഡ് ഓൺ 11th April. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം? ജസ്റ്റ് ഞാനൊരു ട്രിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾക്കിങ്ങനെ പെട്ടെന്ന് ഓർക്കാൻ, April 10 എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ഹോമിയോപ്പതി ഡേ ആണ് അല്ലേ? അപ്പോൾ നമ്മൾക്കറിയാം ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു മെഡിസിനൽ പ്രാക്ടീസ്, ഈ ഒരു മെഡിസിൻസ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ചും കൂടി സേഫാണ് അല്ലേ? സൈഡ് എഫക്ട്സ് ഇല്ല ഹോമിയോപ്പതിക്ക്. സോ അപ്പോൾ അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം. സോ ഹോമിയോപ്പതി നമ്മളത് എന്ത് ചെയ്യുക? സംതിങ് റിലേറ്റഡ് ടു സേഫ് മദർഹുഡ്. ഓക്കെ, അപ്പോൾ April 10th ഹോമിയോപ്പതി ഡേ ആണ്. പിറ്റേ ദിവസം എന്താണ്? സേഫ് മദർഹുഡ് ആണ്. ഓക്കെ, അപ്പം ഹോമിയോ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ സേഫാണ്, മദർഹുഡ് സേഫാണ്. സോ ഹോമിയോ മരുന്ന് കഴിക്കുകയാണെങ്കിൽ മദർഹുഡ് സേഫാണ്. ഇങ്ങനൊരു എന്താ പറയുക, ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിക്സ് കിട്ടുകയാണെങ്കിൽ ആ രീതിയിൽ ഓർത്ത് വെക്കാം. ഞാനിങ്ങനെ പറയാം, ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യാം. ഓക്കെ, സോ ഹോമിയോ മരുന്ന് കഴിക്കുകയാണെങ്കിൽ മദർഹുഡ് ഇസ് സേഫ്, അങ്ങനത്തെ രീതിയിൽ ഓർത്ത് വെക്കുക. സോ 10th of April എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ഡേ ആണ്. 11th of April എന്ന് പറയുകയാണെങ്കിൽ സേഫ് മദർഹുഡ് ഡേ ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് stay at home during coronavirus. Stay at home during coronavirus. Keep mother and newborn safe from coronavirus. Okay, stay at home during coronavirus. Keep mother and newborn safe from coronavirus. So that is safe motherhood day. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? വേൾഡ് ഹോമിയോപ്പതി ഡേ ഇസ് ഓൺ April 10th. സോ ഹോമിയോ മരുന്ന് അല്ലേ? അപ്പോൾ April 11th എന്ന് പറയുന്നത് സേഫ് മദർഹുഡ്. സോ സ്റ്റേ അറ്റ് ഹോം ഡ്യൂറിങ് കൊറോണ-വൈറസ്. കീപ് മദർ ആൻഡ് ന്യൂ ബോൺ സേഫ് ഫ്രം കൊറോണ-വൈറസ്. സോ നെക്സ്റ്റ് April 11th തന്നെ വേറൊരു ഡേ കൂടിയുണ്ട്. ദാറ്റ് ഇസ് വേൾഡ് പാർക്കിൻസൺസ് ഡേ. ആൻഡ് വാട്ട് ഇസ് പാർക്കിൻസൺസ് അല്ലേ? നിങ്ങൾക്കറിയില്ലേ വേൾഡ് പാർക്കിൻസൺസ് ഡേ? സോ വാട്ട് ഇസ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ്, അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആണ് അല്ലേ? അതെന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ് പാർക്കിൻസൺസ് ഡേ. നമ്മൾ മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ് പാർക്കിൻസൺസ്. സോ വേൾഡ് പാർക്കിൻസൺസ് ഡേ ഇസ് ഒബ്സർവ്ഡ് ഓൺ ദ സെയിം ഡേ ഓഫ് സേഫ് മദർഹുഡ് ഡേ. ഓക്കെ, സേഫ് മദർഹുഡ് ഡേയുടെ സെയിം ഡേ ആണ് വേൾഡ് പാർക്കിൻസൺസ് ഡേ. വേണമെങ്കിൽ നമ്മൾക്ക് April 10th ക്വിക്കായിട്ട് ഞാൻ പറയാം. April 10th വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ഹോമിയോപ്പതി ഡേ. വേൾഡ് ഹോമിയോപ്പതി ഡേ. പിന്നെ April 11th എന്താണ്? ഹോമിയോ മരുന്ന് അല്ലേ? ഹോമിയോ മരുന്ന് കഴിച്ചാൽ എന്താ സേഫ്? സേഫ് മദർഹുഡ്. അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ്. സേഫ് മദർഹുഡ്. സെയിം ഡേ തന്നെയാണ് എന്ത്? വേൾഡ് പാർക്കിൻസൺസ് ഡേ. വേൾഡ് പാർക്കിൻസൺസ് ഡേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ April 12th. April
12th. And what is the speciality, what is the significance in April 12th? International Day of Human Space Flight. International Day of Human Space Flight, and it is declared by UN General Assembly. So International Day of Human Space Flight. Okay, so next one is April 14. April 14. ആരുടെ ബർത്ത്ഡേ ആണ്, ബർത്ത് ഡേറ്റ് ആണ്, ആരുടെയാണ്? BR അംബേദ്കർ അല്ലെങ്കിൽ ഡോക്ടർ ഭീംറാവോ അംബേദ്കർ. സോ ഡോക്ടർ ഭീംറാവോ അംബേദ്കർ അല്ലെങ്കിൽ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ബർത്ത് ഡേറ്റ് ആണ് 14th of April. സോ April 14th. ഓക്കെ, അംബേദ്കറുടെ എത്രാമത്തെ ബർത്ത് ആനിവേഴ്സറി ആണ്? 130th ബർത്ത് ആനിവേഴ്സറി. 130th ബർത്ത് ആനിവേഴ്സറി ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. April 14th എന്ന് പറയുന്നത് അംബേദ്കറിൻ്റെ എത്രാമത്തെ ബർത്ത് ആനിവേഴ്സറി ആണ്? അപ്പോൾ ഓപ്ഷനിൽ 130, 131, 129 അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ എത്രാമത്തെയാണ്? 130th ബർത്ത് ആനിവേഴ്സറി ആണ് ഡോക്ടർ ഭീംറാവോ അംബേദ്കർ അല്ലെങ്കിൽ BR അംബേദ്കറിൻ്റെ എന്ത് April 14. ഓക്കെ, April 14 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ വേൾഡ് ആർട്ട് ഡേ. വേൾഡ് ആർട്ട് ഡേ ആൻഡ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺ April 15th. April 15th എന്താണ്? വേൾഡ് ആർട്ട് ഡേ. ഇതാരാണ് ഈ പിക്ചറിലുള്ളത്? എല്ലാവർക്കും അറിയില്ലേ? ലിയോണാർഡോ ഡാവിഞ്ചി. ഓക്കെ, സ്പെല്ലിംഗ് ലിയോണാർഡോ അല്ലേ? ഇതല്ലേ ലിയോണാർഡോ ഡാവിഞ്ചി. സോ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ബർത്ത് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത് ഡേ ആണ് എന്ത്? April 15. ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ബർത്ത് ഡേ ആണ് April 15. പക്ഷേ അംബേദ്കറുടെ ബർത്ത് ഡേ ആണ് April 14. അപ്പോൾ അങ്ങനെ പഠിക്കുക. April 14 ആരുടെ ബർത്ത് ഡേ ആണ്? അംബേദ്കറുടെ ബർത്ത് ഡേ ആണ് April 14. ഇത് celebrated as 130th birth anniversary of BR അംബേദ്കർ. April 15 എന്ന് പറയുന്നത് ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ബർത്ത്ഡേ ആണ്. April 14 അംബേദ്കറിൻ്റെ ആണെങ്കിൽ April 15th ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ബർത്ത്ഡേ ആണ്. ആൻഡ് ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് ആർട്ട് ഡേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ April 1 കറണ്ട് അഫെയർസിലെ 1 to 15, April 1 to 15 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പം നാളെ ഏപ്രിലിലെ ലാസ്റ്റ് ഡേയ്സിലെ April 16 to ലാസ്റ്റ് ഡേ ഏപ്രിലിലെ ബാക്കി ഇമ്പോർട്ടൻറ്റ് ഡേയ്സും തീംസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും 1 or 2 ക്വസ്റ്റ്യൻസ് എന്തായാലും കറണ്ട് അഫെയർസിന്. ഇത് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറാണ് അല്ലേ. ഇതെന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാ മാസത്തിലും ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേയ്സും തീംസൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻ വരും മെയിൻസിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് വായിച്ചു പോകുമ്പം ഈ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിവൈസ് ആവും, മെമ്മറൈസിങ് ടെക്നിക്കായിട്ട് അല്ലേ. കാരണം നമ്മൾ പിക്ചേഴ്സ് വെച്ചിട്ടാണ് ഇത് ക്ലാസ് ഇങ്ങനെ എടുത്തിട്ട് പോകുന്ന ഒരു പിക്ചേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. April 14 ഈ ഡേ ആണ്, April 15 വേൾഡ് ആർട്സ് ഡേ ആണ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നാളെ പസിൽസിൻ്റെ ഒരു സെഷൻ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കറണ്ട് അഫെയർസിൻ്റെ April 16 മുതലുള്ള ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസിൻ്റെ ഡിസ്കഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ കാണാം. അണ്ടിൽ ദെൻ ദിസ് ഇസ് ദീപ്തി സൈനിങ് ഓഫ് ഫ്രം ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനൽ. ബൈ.